14/6/2024 ഒരു വേദനാജനകമായ ദിവസമായി തീർന്നു. നെടുമ്പാശ്ശേരി കാർഗോ വിമാനത്താവളത്തിൻ്റെ കവാടം ജനസാഗരങ്ങൾ ഒത്തുകൂടി മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങും. നമ്മുടെ മുഖ്യമന്ത്രിയും കേന്ദ്ര മന്ത്രിയായ സുരേഷ് ഗോപി, പിന്നെ മറ്റ് മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക തലങ്ങളിലുള്ളവരും, അതിലുപരി ബന്ധുമിത്രാദികൾ, നാട്ടുകാർ ഇവരൊക്കെ ഒരുമിച്ച് ചേർന്ന് മൃതശരീരം ഇപ്പോൾ സമയം 12:20 ആംബുലൻസിലേക്ക് എടുക്കുകയാണ്. ഒരുപിടി സ്വപ്നങ്ങളുമായിട്ട് കുഞ്ഞുങ്ങളുടെ ടാറ്റ പറച്ചിൽ കണ്ടുകൊണ്ട്, ഭാര്യയുടെ ഇറ്റുതോരാത്ത കണ്ണുനീര് കണ്ടുകൊണ്ട്, അമ്മയുടെ വാത്സല്യം ഒരു കെട്ടിപ്പിടി ചുംബനം പോലെ നുകർന്നുകൊണ്ട്, അപ്പൻ്റെ വാക്കുകളില്ലാത്ത ഗദ്ഗതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പോയവരാണ്. ഇതുപോലെ ഒരു പാൻറ്റും കോട്ടും ഒരു ഷൂട്ട് കേസുമൊക്കെ പിടിച്ചുകൊണ്ട് അവർ വരുന്നതും കാത്ത് കണ്ണും നട്ടിരുന്നവരാണ്. ഇന്ന് അവർ ഈ രീതിയിലെത്തുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വാക്കുകൾ കൊണ്ട് ആരെയും ആശ്വസിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നന്നായിട്ടറിയാം. കാരണം നൊമ്പരങ്ങളെ ഒപ്പാൻ പറ്റിയ വാക്കുകൾ ഇത്ര നാളായിട്ട് ഷേക്സ്പിയറോ അല്ലെങ്കിൽ ഏറ്റവും നല്ല മലയാളത്തിൻ്റെ എഴുത്തുകാരോ തന്നിട്ടില്ല. മരണത്തെ രംഗബോധം വിട്ട് കോമാളി എന്ന് വിളിച്ചിട്ടുണ്ട്. മരണത്തെ സ്നേഹിച്ച ഇടപ്പള്ളിയൊക്കെ സഹതപിക്കാത്ത ലോകമേ സഹകരിച്ചിടുന്ന ശാരദാകാശമേ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മരണത്തിന് നിർവചനങ്ങൾ അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുത്തത്. ഗീതാഞ്ജലിയിലെ ഒരു മനോഹരമായ വാക്കുണ്ട്. ഈ മരിച്ചവരിൽ പലരും ഒരു നല്ല ഭാഗവും 50 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പോൾ ആ 50 വയസ്സിന് താഴെയുള്ള ആളുകളെ എടുത്തുകൊണ്ട് പോകുമ്പം വീട്ടിനകത്ത് മരണത്തെ കാത്ത് എന്നെ കൊണ്ടുപോകണമേ എന്ന പ്രാർത്ഥനയോടെ ഇരിക്കുന്ന മാതാപിതാക്കളോ പ്രായമായവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ആളുകളെ നോക്കി ഒരു ചോദ്യം മനസ്സിൽ വരും. എന്തുകൊണ്ടാണ് മുട്ടുകളെ നീർത്തെടുത്തത്? തോട്ടക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ഇഷ്ടം, എൻ്റെ തോട്ടം, എൻ്റെ ഇഷ്ടം. നൊമ്പരത്തിൻ്റെ വാക്കാണ് അത്. മരണത്തിൻ്റെ മുഖത്തെ യൗവനങ്ങളെ നിരാളിപ്പിടുത്തം പോലെ കൊണ്ടുപോകുമ്പോൾ പറയുന്ന ഒരു ഗീതാഞ്ജലി സ്വരം. ഇതൊരു ചരിത്രത്തിൻ്റെ മുഹൂർത്തമായതുകൊണ്ട് എൻ്റെ യൂട്യൂബിൽ പറഞ്ഞിടുന്ന ഒരു വാക്കാണ്. ഇന്നത്തെ ദിവസം ഓർക്കാനൊരു പക്ഷേ നാളെ നമ്മൾ കാണില്ലെങ്കിലും യൂട്യൂബ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വർക്ക് ചെയ്ത ഒരു പ്രദേശമാണ് കണ്ണനല്ലൂർ. കണ്ണനല്ലൂർ വെളിച്ചിക്കാല, അവിടെ ഒരു മരണമുണ്ട്. തൊട്ടടുത്ത് ഓയൂർ, അവിടെ ഒരു മരണം. കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ കോക്കാടിന് തൊട്ടപ്പുറത്ത് അവിടെ നരിക്കൽ, അവിടെ മരണം. ഇനിയും കരുനാഗപ്പള്ളിയിലുണ്ട്. എനിക്ക് എല്ലാ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അത്യാവശ്യം യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥലകാല ഭേദമന്യേ ചില ബന്ധങ്ങളുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് കണ്ണീരടക്കി കരയുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കരങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ബോധം കെട്ട് വീഴുന്ന ഭാര്യയും അമ്മയൊക്കെ നിങ്ങൾക്കൊന്ന് താങ്ങി നിർത്താൻ സാധിക്കട്ടെ. എരിഞ്ഞടങ്ങുമ്പോഴോ മണ്ണായ നീ മണ്ണിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഇടുന്ന മണ്ണിലൊലയിക്കുമ്പോൾ ആരോടും ആശ്വസിപ്പിക്കാതെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് കരയുന്ന അച്ഛനെ ഒന്ന് ആശ്വസിപ്പിക്കുക. ചിലപ്പോൾ ഈ മൃതശരീരം ഒന്ന് കാണാൻ, മുഖമൊന്ന് കാണാൻ തുറക്കപ്പെടാൻ സാധിക്കാത്ത അവസരങ്ങൾ ചിലപ്പോഴുണ്ടാവും. അപ്പോഴും നിങ്ങൾ തളരാൻ പാടില്ല. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ പോയ അല്ലെങ്കിൽ ഇവിടെ നയിച്ച ആ കുഞ്ഞിൻ്റെ മൃതശരീരം, അവൻ്റെ മുഖം ഒന്ന് കാണട്ടെ,
ശാഠ്യം പിടിക്കരുത്. കരിഞ്ഞ് ചിലപ്പം മുഖം കാണാനാവാത്ത ഒരവസ്ഥയായിരിക്കും. അവൻ്റെ യഥാർത്ഥ മുഖത്തിന് മുകളിൽ പതിക്കപ്പെട്ട ഫോട്ടോയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന മകൻ്റെ ആ സാന്നിധ്യം കണ്ട്, ഭർത്താവിൻ്റെ സാന്നിധ്യം കണ്ട്, അച്ഛൻ്റെ സാന്നിധ്യം കണ്ട്, കൊച്ചുമകൻ്റെ സാന്നിധ്യം കണ്ട് നിങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും യാത്ര അയക്കുവാനും സാധ്യതമാകട്ടെ. ഒരു ദേശവും നാടുമൊക്കെ കൂടെ കാണും. പിന്നെ എല്ലാവരും നിങ്ങളെ ആശ്വസിപ്പിക്കും. തൊട്ടടുത്തുള്ളവരും MLA മാരും ശത്രുക്കളെന്ന് നനച്ചവരും ബന്ധുക്കളെന്ന് കരുതിയവരും വേണ്ടാത്തവരും തോന്നിയവരൊക്കെ ഇനി നിങ്ങളുടെ വീട്ടിൽ വരും. ആളുകളിൽ ഉണ്ടാകുന്ന ശൂന്യതകൾ, ആൾക്കൂട്ടവും ആരവവും ഒഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ വീട്ടിൽ ഒതുങ്ങിക്കൊടുമ്പോൾ നല്ല സ്മരണകൾ നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. ആളുകളോടും നാട്ടുകാരോടും ഒരു വാക്ക് മാത്രം. കൂട്ടക്കരച്ചിലിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. അങ്ങനെ കരയാതെ ഈ കരയുന്ന കണ്ണുകളൊന്ന് ഒപ്പിയെടുക്കാൻ നമുക്ക് സാധ്യതമാകട്ടെ. നിർത്തുന്നു. ജോൺസൺ കരൂർ.